ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് ജനറലൈസ്ഡ് വേരിയൻസിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ജനറലൈസ്ഡ് വേരിയൻസ് എന്നുള്ളത് ഒന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. അപ്പം നമുക്ക് വേരിയൻസ് എന്താണെന്നറിയാം അല്ലേ? അപ്പോൾ ഒരു മൾട്ടി വേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിസ്പെർഷൻ മെട്രിക്സ് ആണ്. ഡി ഓഫ് എക്സ് സിഗ്മ എന്ന് കൺസിഡർ ചെയ്യുന്ന ഡിസ്പെർഷൻ മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ ഡിസ്പെർഷൻ മെട്രിക്സിൻ്റെ ഡയഗണൽ എലമെന്റ്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ വേരിയൻസസ് ആണ്. അപ്പോൾ അത് പി എന്താണ് നമ്മുടെ വേരിയബിൾസ്, നമ്പർ ഓഫ് വേരിയബിൾസ് പി ആണെങ്കിൽ പി വേരിയൻസസും ബാക്കി പി സി ടു ഓഫ് ഡയഗണൽ എലമെന്റ്സസ് ആണുള്ളത്. അത് കോവേരിയൻസസിനെയാണ് സൂചിപ്പിക്കുക. ഓക്കെ, അപ്പോൾ സിഗ്മയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇതാണ്. പി വേരിയൻസും പി സി ടു കോവേരിയൻസസും. ശരിയാണല്ലോ? അപ്പം നമ്മുടെ കയ്യിൽ ഡിസ്പെർഷൻ മെട്രിക്സ് ഇല്ലാത്ത പക്ഷം നമ്മൾ സാമ്പിൾ വേരിയൻസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ഒരു സാമ്പിൾ വേരിയൻസ് അല്ലെങ്കിൽ സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സിൽ നിന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സ്മോൾ എസ്. അപ്പോൾ സ്മോൾ എസിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 1/n ക്യാപിറ്റൽ എസ് എന്ന് ഡിഫൈൻ ചെയ്തു. അല്ല, നമുക്കറിയാം 1/n-1 ക്യാപിറ്റൽ എസ് എന്നും അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ ഇത് കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സ് ഒന്നെങ്കിൽ 1/n(s) അല്ലെങ്കിൽ 1/n-1(s), ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പം നമ്മുടെ ജനറലൈസ്ഡ് വേരിയൻസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ മെഷർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുക. അതായത് ഈ സ്മോൾ എസ് സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആണ്. ഡിറ്റർമിനന്റ് വാല്യൂ ആണ് നമ്മൾ ജനറലൈസ്ഡ് വേരിയൻസ് എന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അതൊരു സിംഗിൾ മെഷർ ആണ്. എന്താണ്? എല്ലാ പി നമ്പർ ഓഫ് വേരിയൻസസിൻ്റെയും പി സി ടു കോവേരിയൻസിൻ്റെയും ഒന്നിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള വേരിയബിലിറ്റി നേച്ചറാണ് നമ്മൾ ജനറലൈസ്ഡ് വേരിയൻസിലൂടെ നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഡിറ്റർമിനന്റ് എസ്, അതായത് ജനറലൈസ്ഡ് വേരിയൻസിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് കാണാൻ പോവുകയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതിപ്പം 1/n(s) ആണെങ്കിൽ സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? പി വേരിയേറ്റ് വിഷാഡ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n-1 ആൻഡ് സിഗ്മ/n. ഇനി ഇത് എസ് എന്ന് പറയുന്നത് 1/n-1(s) ആണെങ്കിൽ എന്താണ് വ്യത്യാസം വരിക? WP വിത്ത് പാരാമീറ്റേഴ്സ് n-1 ആൻഡ് സിഗ്മ(n-1). ആ ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ രണ്ട് ഡിഫറെൻറ്റ് കേസസിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ഡിറ്റർമിനന്റ് എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പോകുന്നു. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നതനുസരിച്ച് സ്മോൾ എസിന് വ്യത്യാസം വരാം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വ്യത്യാസം വരാം. അപ്പം നമ്മൾ രണ്ട് കേസിലും ഇത് കൺസിഡർ ചെയ്യുന്നതിന് പകരം ഡിറ്റർമിനന്റ് സ്മോൾ എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതിന് പകരം ക്യാപിറ്റൽ എസ്. ഓക്കെ, ക്യാപിറ്റൽ എസ് നമുക്കതിനെ സം ഓഫ് സ്ക്വയേഴ്സ് ആൻഡ് പ്രൊഡക്ട്സ് എന്ന് കൺസിഡർ ചെയ്യാം. ആ ഒരു ക്യാപിറ്റൽ എസിൻ്റെ ഡിറ്റർമിനന്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പം അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കാണുന്നതിനായിട്ട് നമ്മൾ ഇതിൻ്റെ എച്ച്ത് മൊമെന്റ് കണ്ടുപിടിക്കുകയാണ്. അതായത് ഡിറ്റർമിനന്റ് ക്യാപിറ്റൽ എസിൻ്റെ എച്ച്ത് മൊമെന്റ് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത് അല്ലേ? അപ്പം അതുപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ എച്ച്ത് മൊമെന്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് എസിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഏതാണ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ സ്മോൾ എസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയും ആയിക്കോട്ടെ, ക്യാപിറ്റൽ എസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പി വേരിയേറ്റ് വിഷാഡ് വിത്ത് പാരാമീറ്റേഴ്സ് n-1 ആൻഡ് സിഗ്മ. ഓക്കെ, അപ്പം S/1/n(s) ആണെങ്കിൽ എന്താണ്? പാരാമീറ്ററിൽ സിഗ്മ/n വരും. ഇനി 1/n-1(s) ആണെങ്കിൽ എന്താണ്? പാരാമീറ്ററിൽ സിഗ്മ/n-1 വരും. അപ്പം ഇവിടെ നമ്മൾ എസിനെ കൺസിഡർ ചെയ്യുമ്പം സിഗ്മ മാത്രമാണ് പാരാമീറ്ററിൽ വരിക.
നമ്മളിവിടെ എസിൻ്റെ എച്ച്ത്ത് മൊമെൻ്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ അബ്സലൂട്ട് വാല്യൂ ആണ് എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ സാധാരണ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ? ഓക്കെ, ഇവിടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് സ്മോൾ എസ് തന്നിരിക്കുന്നത് നമ്മുടെ സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സിൻ്റെ സിമ്പിളുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. സോ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാപിറ്റൽ സ്മോൾ എസിന് ഈ ഒരു ഫോം തന്നെ ഇടുവാണ്. ഓക്കെ, നിങ്ങളത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എക്സ്പെക്റ്റേഷനിൽ നിങ്ങൾക്ക് സ്മോൾ എസ് തന്നിരിക്കുന്നത് സാമ്പിൾ ഡിസ്പെർഷൻ മെട്രിക്സ് അല്ല, എസിൻ്റെ റിയലൈസേഷനായിട്ട് സ്മോൾ എസ് കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ സ്മോൾ എസ് ആയിട്ട് ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുവാണ്. അപ്പം നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ്റെ ഡെഫിനേഷൻ ഉപയോഗിച്ച് ഇൻ്റഗ്രേഷൻ ഓവർ എസ് ഗ്രേറ്റർ ദാൻ 0 ഡിറ്റർമിനൻ്റ് ഓഫ് എസ് റേസ് ടു എച്ച് എഫ് എസ് ഓഫ് എസ് ടി എസ്. ഇനി എന്താണ് ഡെൻസിറ്റി ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്കറിയാം ക്യാപിറ്റൽ എസിൻ്റെ ഡെൻസിറ്റി എന്താണ്? പി വേരിയേറ്റ് വിഷാഡ് വിത്ത് പാരാമീറ്റേഴ്സ് n-1 ആൻഡ് സിഗ്മ. അപ്പോൾ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ നമ്മൾ എഫ് എസ് ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ ഒരു ഫോമിലാണ് വരിക. ഓക്കെ, എന്തുകൊണ്ടാണ് ഡിറ്റർമിനൻ്റ് എസിൻ്റെ പവർ ഇങ്ങനെ വന്നത്? ഡെൻസിറ്റിയിൽ n-p-2/2 ആണ്. പിന്നെ ഡിറ്റർമിനൻ്റ് എസിന് ഒരു എച്ച് കൂടി പവർ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നിച്ചെടുക്കാൻ LCM എടുത്തുകൊണ്ടാണ് n+2h - p-2/2 എന്നുള്ള ഫോമിൽ വന്നത്. ഇനി നമുക്കറിയാം ഈ ഇൻ്റഗ്രേഷൻ പാർട്ടിന് പകരം നമുക്കതിൻ്റെ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? നമുക്ക് അറിയാവുന്നൊരു പ്രൊസീജിയറാണ്. സോ കോൺസ്റ്റൻറ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എന്താണ് വന്നിരിക്കുന്നത്? ഡിനോമിനേറ്ററിൽ n-1 വന്നിരിക്കുന്നിടത്തെല്ലാം ന്യൂമറേറ്ററിൽ n+2h-1 ആണ് വന്നിരിക്കുക. അതാണ് കോൺസ്റ്റൻറ്റിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഇൻ്റഗ്രേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഓർത്ത് വെക്കുക. എന്നിന് പകരം n+2h ആയി ന്യൂമറേറ്ററിൽ. ഇനി ഇതിലെ കോമൺ ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാം, ബാക്കി നമുക്ക് സോൾവ് ചെയ്യാം. ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും കോമൺ ആയിട്ടുള്ളതെല്ലാം ക്യാൻസലായി. അത് കഴിഞ്ഞ് മിച്ചം വരുന്നത് എന്താണ്? 2⁻HP ഇൻറ്റു ഡിറ്റർമിനൻറ്റ് സിഗ്മ റേസ് ടു h, then gamma n+2h-1/2p, gamma n-1/2p. ഓക്കെ, അപ്പം ഗാമ ആൽഫ പിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: പൈ റേസ് ടു p ഇൻറ്റു p-1/4 ഗാമ ആൽഫ -1/2 ഗാമ ആൽഫ -3/2 എക്സെട്ര ഗാമ ആൽഫ -p-1/2. ഓക്കെ, സെയിം പ്രൊസീജിയറിൽ നമ്മളിവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ളത് എഴുതുവാണ്. അപ്പം പൈ റേസ് ടു p ഇൻറ്റു p-1/4 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആണ്. അതൊഴികെ അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അതൊഴികെ ബാക്കി ടേംസ് നമുക്ക് നോക്കാം, എന്നിട്ട് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. സോ അതിനെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പം ഈ ഒരു ഫോമിൽ വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇനി നമുക്ക് n+2h-1/2ൽ 2h/2 ഒന്നിച്ച് എഴുതാം. അപ്പോൾ എന്താണ്? n-1/2 + h എന്നുള്ള ഫോമിൽ വരും അല്ലേ? ഓക്കെ, അവിടെ എന്താണ് അപ്പം എന്താണ് വ്യത്യാസം വരിക? സോ ഈ ഒരു ഫോമിൽ നമുക്കതിനെ കിട്ടും. എന്താണ്? 2⁻HP. 2⁻HP എന്ന് പറഞ്ഞാൽ എന്താണ്? 2⁻h⁻p. ഓക്കെ, ഡിറ്റർമിനൻറ്റ് സിഗ്മ റേസ് ടു h. ഇനി ഗാമ n-1/2 + h ഇൻറ്റു ഗാമ n-1/2 + h-1/2 എക്സെട്ര ഗാമ n-1/2 + h - p-1/2 divided by gamma n-1/2 gamma n-1/2 -1/2 etc. gamma n-1/2 minus p-1/2. Okay. So we have a result. If u is a chi-square random variable with n-1 degrees of freedom, then hth moment of u is equal to 2⁻h gamma n-1/2 plus h by gamma n-1/2. ഓക്കെ, അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡുലസ് എസ് റേസ് ടു എച്ച് നോക്കുക. അവിടെ ഡിറ്റർമിനൻ്റ് ഓഫ് ഇസഡ് റേസ് ടു എച്ച് മാറ്റി നിർത്തുവാണെങ്കിൽ
ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് എന്താണ്? യു ഐസിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. അതായത് n-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്ന u1, n-2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്ന u2, എക്സെട്ര n-1 മൈനസ് p-1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോളോ ചെയ്യുന്ന up-1. ഓക്കെ, അത്രയും റാൻഡം വേരിയബിൾസിൻ്റെ hth മൊമെൻറ്റ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് s റൈസ് ടു hനെ കാണാനായിട്ട് സാധിക്കും. സോ p-1 വേരിയബിൾസ് അല്ല, p വേരിയബിൾസിൻ്റെ ഓക്കെ അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് അതിൻ്റെ hth മൊമെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. So that is same as determinant sigma raised to h into expectation of u1, u2, u3 etc. up whole raised to h. അതായത് p chi-square റാൻഡം വേരിയബിൾസിൻ്റെ പ്രൊഡക്ട്സിൻ്റെ hth മൊമെൻറ്റ് ഇൻറ്റു സിഗ്മ റേസ് ടു h. അപ്പോൾ അതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് s റേസ് ടു h എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ജനറലൈസ്ഡ് വേരിയൻസിൻ്റെ അകത്ത് കാണുക. അപ്പോൾ ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രൊഡക്ട്സ് ഓഫ് ദി chi-square ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അങ്ങനെ ഒരു അസംഷനിലേക്കാണ് നമുക്ക് ഈ റിസൾട്ടിൽ നിന്ന് നമ്മൾ എത്തിച്ചേരുക. ഓക്കെ, അപ്പം എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണെങ്കിൽ സ്മോൾ എസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. If small s is considered as 1 by n-1 capital S, then small s is the distribution of small s is identical to the distribution of 1 by n-1 raised to p sigma u1, u2 etc. up. ഓക്കെ, അപ്പം ഈ രണ്ട് ലൈൻസ്, ലാസ്റ്റ് രണ്ട് ലൈൻസ് അത് ഓർത്തിരിക്കുക. അതായത് ഡിറ്റർമിനന്റ് എസ് ആണ് നമ്മുടെ ജനറലൈസ്ഡ് വേരിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ്, ഇറ്റ് ഈസ് ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ഡിറ്റർമിനന്റ് സിഗ്മ ഇൻറ്റു u1, u2 എക്സെട്ര up. അപ്പം ഡിറ്റർമിനന്റ് സ്മോൾ എസ്, if small s is given by 1 by n-1 capital S, then determinant s is identically distributed as 1 by n-1 raised to p sigma u1, u2 etc. up. So this is important. ഇനി എന്താണ് ഈ എസിൻ്റെ അബ്സല്യൂട്ട് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്? നമുക്ക് ഈ എച്ചിന് പല വാല്യൂസ് കൊടുക്കുമ്പം കിട്ടും. സോ ദാറ്റ് ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദിസ് ഡെറിവേഷൻ ഓഫ് ദിസ് ജനറലൈസ്ഡ് വേരിയൻസ് ഈസ് ഇമ്പോർട്ടൻസ്. അപ്പം ഇവിടം വരെയുള്ള പ്രൂഫ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.